വൈകിട്ട് 7 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ഏഷ്യാനെറ്റ് റേഡിയോ ലുലു ന്യൂസ് അവറിന്റെ പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. Lulu News Hour. Brought to you by Lulu Hypermarket, Supermarket and Department Stores. Lulu, where the world comes to shop. In association with Malabar Gold. മലബാർ ഗോൾഡ്, മറ്റുള്ളവയിൽ നിന്നും തികച്ചും വ്യത്യസ്തം. മലബാർ ഗോൾഡ്, ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. കിംസ് ഖത്തർ മെഡിക്കൽ സെന്റർ ആതുര സേവന രംഗത്ത് പരിചയ സമ്പന്നതയോടെയും വൈദഗ്ധ്യത്തിന്റെയും മികവോടെ വർക്കറയിൽ ലുലുവിലെ ഔൾ ചൂസ് ആൻഡ് ടൈറ്റൻ ഔട്ട്ലെറ്റുകളിൽ DSS പ്രമാണിച്ച് 50% വരെ അത്യാകർഷക ഡിസ്കൗണ്ട്. ഈ ഓഫർ UAE മാത്രം ലഭ്യം. ലുലു ന്യൂസ് അവർ. നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവർക്കും സ്വാഗതം ഏഷ്യാനെറ്റ് റേഡിയോ ലുലു ന്യൂസ് അവറിലേക്ക്. ന്യൂസ് അവറിൽ ഞാൻ സതീഷ് നിങ്ങളോടൊപ്പം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഖ്യധാര ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് സർവേ ഫലമാണ്. ഉത്തർപ്രദേശ് എന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം ഇന്ന് സമാപിച്ചു. ആരായിരിക്കും ഉത്തർപ്രദേശ് ഭരിക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഏവരും നോക്കുന്നത്. ഇത്തവണ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്ക് സാധ്യതകളുണ്ട് എന്ന് വിവിധ സർവേകൾ സൂചിപ്പിക്കുകയാണ്. 62% പോളിംഗും ഇന്ന് ഉണ്ടായിട്ടുണ്ട്. കപ്പലിടിച്ച് കാണാതായ ബോട്ട് കണ്ടെത്തി എന്ന ഒരു വാർത്തയും ഇന്ന് വന്നിരിക്കുന്നു. ഈ വാർത്തകളിലെ എല്ലാം വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ പ്രധാന തലക്കെട്ടുകളിലേക്ക്. ഉത്തർപ്രദേശിൽ അവസാനഘട്ട വോട്ടെടുപ്പിൽ 62% പോളിംഗ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. 60 മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ വലിയ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. മുലായം സിംഗ് മുഖ്യമന്ത്രിയാകാൻ കൂടുതൽ സാധ്യതയെന്ന് വിവിധ തെരഞ്ഞെടുപ്പ് സർവേകൾ. കപ്പലിടിച്ച് കാണാതായ ബോട്ട് കണ്ടെത്തി. കടലിനടിയിൽ 47 മീറ്റർ ആഴത്തിലാണ് ഡോൺ 1 എന്ന ബോട്ട് കണ്ടെത്തിയത്. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ വിക്രം സിംഗിനെ നിയമിക്കാൻ തീരുമാനിച്ചു. വിനോദ് വിശ്വത്തിനെതിരെ കേസിലില്ലെന്ന് CPIM. പിറവം ഉപതെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയാണ് ഒത്തുതീർപ്പ്. അനൂപ് ജേക്കബിനെ ഫോർത്ത് ചിഹ്നമായി അനുവദിച്ചു. വാർത്തകൾ വിശദമായി. ചേർത്തലയിൽ മനക്കോടം തീരത്ത് വെച്ച് കപ്പലിടിച്ച് തകർന്ന മത്സ്യബന്ധന ബോട്ട് കണ്ടെത്തി. കടലിനടിയിൽ 50 മീറ്റർ ആഴത്തിൽ ബോട്ട് കണ്ടെത്തിയെന്നാണ് അറിയുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ബിനിൽ ചേരുന്നു. ബിനിൽ, എന്താണ് വിശദാംശങ്ങൾ? നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപകടത്തിൽ തകർന്ന് കടലിലേക്ക് മുങ്ങിപ്പോയ ഡോൺ 1 എന്ന ബോട്ട് അവർ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ബോട്ട് ഉയർത്തിയെടുക്കുക എന്നതാണ് അടുത്ത ദൗത്യം. ഇത് നാളെ ആരംഭിക്കുമെന്നാണ് നാവികസേന അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ INS സർവേക്ഷക് എന്ന നേവിയുടെ കപ്പൽ ഈ പരിസരത്തെത്തി നടത്തിയ ാണ് ബോട്ടുമായി ബന്ധപ്പെട്ട ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഈ കപ്പലിൽ പ്രത്യേക സ്കാനിംഗ് സൗകര്യമുള്ള കപ്പലായിരുന്നു. കടലിന്റെ അടിത്തട്ട് സ്കാൻ ചെയ്ത് അടിത്തട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന അത്യാധുനിക സംവിധാനങ്ങളായിരുന്നു ഈ കപ്പലിലുണ്ടായിരുന്നത്. ഈ കപ്പൽ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ബോട്ടിന്റെ അവശിഷ്ടങ്ങൾ എന്ന് തോന്നിക്കുന്ന ചില വസ്തുക്കൾ കടലിനടിയിൽ കണ്ടെത്തിയത്. ഇത് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് 1:30 ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് നിന്ന് ക്ലിയറൻസ് ഡൈവേഴ്സ് ഉൾപ്പെടെ അത്യാധുനിക ഉപകരണങ്ങളുമായി INS ആംബ്ര എന്ന കപ്പൽ പുറപ്പെട്ടത്. കടലിൽ ഏതാണ്ട് 50 മീറ്ററോളം ആഴത്തായിരുന്നു ബോട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ആഴത്തിലേക്ക് മുങ്ങി പരിശോധന നടത്തുന്നതിന് പ്രത്യേക വൈദഗ്ധ്യമുള്ള മുങ്ങൽ വിദഗ്ധർക്ക് എത്തിക്കേണ്ടിയിരുന്നു. അതിനുവേണ്ടിയിട്ടാണ് INS 1:30 മണിയോടുകൂടി സംഭവസ്ഥലത്തേക്ക് തിരിച്ചത്. 4 മണിയോടുകൂടിയാണ് ഈ കപ്പലും മുങ്ങൽ വിദഗ്ധരും ഈ അപകടം നടന്ന സ്ഥലത്തെത്തിയത്. തുടർന്ന് മുങ്ങൽ വിദഗ്ധർ കടലിലേക്ക് ചാടി നടത്തിയ പരിശോധനയിലാണ് ഈ ബോട്ട് കണ്ടെത്തിയത്. 47 മീറ്റർ ആഴത്തിലാണ് ബോട്ട് ഉള്ളത്. എന്നാൽ ഈ ബോട്ടിനുള്ളിലേക്ക് കയറാൻ മുങ്ങൽ വിദഗ്ധർക്ക് കഴിഞ്ഞില്ല. മത്സ്യത്തൊഴിലാളികളുടെ വല ഈ ബോട്ടിനെ ചുറ്റിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബോട്ടിനുള്ളിൽ കയറി കാണാതായ മത്സ്യത്തൊഴിലാളികൾ ആരെങ്കിലും ഈ ബോട്ടിനുള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ മുങ്ങൽ വിദഗ്ധർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിനു വേണ്ടി നാളെ രാവിലെ വീണ്ടും തെരച്ചിൽ ആരംഭിക്കുവാനാണ് നാവികസേന അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. ബോട്ട് മുറിച്ച് കടലിൽ നിന്ന് ഉയർത്തിയെടുക്കുക എന്നതാണ് പ്രധാന ജോലി. ഇതിനുവേണ്ടി വളരെ സാങ്കേതിക വൈദഗ്ധ്യമുള്ള നാവികരെ അങ്ങോട്ട് എത്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അത്യാധുനികമായ
ചില സൗകര്യങ്ങളും അവർക്ക് ഏർപ്പെടുത്തേണ്ടതുണ്ട്. അതിന് ആവശ്യമായ സൗകര്യങ്ങളോടുകൂടിയുള്ള കപ്പലുകളുമായിട്ടായിരിക്കും ഇനി നേവി ഈ പരിസരത്തേക്ക് നീങ്ങുക. നാളെ ആയിരിക്കും ഈ ബോട്ട് കടലിന്റെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തിയെടുക്കുക. ആ സമയത്തായിരിക്കും ഈ ബോട്ടിനുള്ളിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾ ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് അറിയാൻ കഴിയുക. ഈ വലയാണ്, ബോട്ടിനെ ചുറ്റി ഒരു വല കിടക്കുന്നത് കൊണ്ടാണ് ഇന്ന് മുങ്ങൽ വിദഗ്ധർക്ക് ഇതിനുള്ളിൽ കയറി പരിശോധിക്കാൻ കഴിയാതിരുന്നത്. 4 മണിയോടുകൂടിയാണ് അവർ അവിടെ എത്തിയത്. രാത്രിയായതോടുകൂടി തന്നെ അവർക്ക് തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. നാളെ രാവിലെ വീണ്ടും തെരച്ചിൽ ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി ആദ്യം വല മുറിച്ച് ഈ ബോട്ട് ഉയർത്തിയെടുക്കുക എന്നതാണ് നാളത്തെ ദൗത്യം. ഇതിനുവേണ്ടി രാവിലെ തന്നെ നേവിയുടെ മുങ്ങൽ വിദഗ്ധരടക്കമുള്ള സൗകര്യങ്ങളുമായി നാവികസേന ഉദ്യോഗസ്ഥർ അങ്ങോട്ട് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇടപെട്ട് ചോദിക്കട്ടെ, നാളെ വൈകിട്ടോടുകൂടി പ്രഭുദയ എന്ന കപ്പൽ ചെന്നൈയിലെത്തുമെന്നാണ് അറിയുന്നത്. പിന്നീടുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും? ഇന്നലെ വൈകിട്ട് കൊളംബോ തീരത്തുണ്ടായിരുന്ന കപ്പലാണ് MV പ്രഭുദയ. അതുകൊണ്ട് തന്നെ ആ കപ്പലിനോട് ഇന്ത്യയിലെ ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും ഒരു തുറമുഖത്തിലേക്ക് എത്തുവാനായി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് നിർദ്ദേശം നൽകുകയായിരുന്നു. കൊച്ചിയിലും തൊട്ടടുത്ത ഏതെങ്കിലും ഒരു തുറമുഖത്തേക്ക് എത്തുവാനായിരുന്നു ഇന്നലെ നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കപ്പൽ ചെന്നൈയിലേക്ക് എത്തിക്കുന്നുവെന്നാണ് ഈ കപ്പലിന്റെ ഉടമകൾ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ വൈകിട്ടോടെ ആയിരിക്കും കപ്പൽ ചെന്നൈ തുറമുഖത്തെത്തുക. ഈ കപ്പലിൽ പരിശോധന നടത്തുന്നതിന് വേണ്ടി കൊച്ചിയിലെ മർക്കന്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ക്യാപ്റ്റൻ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട്. ഇവർ കപ്പൽ ചെന്നൈ തുറമുഖത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ കപ്പലിലെ ക്യാപ്റ്റൻ അടക്കമുള്ള ജീവനക്കാരെ ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ കപ്പലിലെ വോയേജ് റെക്കോർഡറും ലോഗ് ബുക്കും ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കുകയും ചെയ്യും. വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഈ ഡോൺ എന്ന ബോട്ടിനെ ഇടിച്ചത് പ്രഭുദയാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഡയറക്ടർ ഓഫ് ഷിപ്പിംഗ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നാളെ വൈകിട്ടോടെയായിരിക്കും ഈ കപ്പലിലെത്തുകയും അതോടൊപ്പം തന്നെ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്യുക. മറ്റന്നാൾ രാവിലത്തോടുകൂടി ഒരു തീരുമാനമുണ്ടാകും. വളരെയധികം നന്ദി ബിനിൽ ഇത്രയും വിവരങ്ങൾ നൽകിയത്. ഇറ്റാലിയൻ വിദേശകാര്യ സഹമന്ത്രി ഇന്ന് കസ്റ്റഡിയിൽ ഉള്ള ഇറ്റാലിയൻ നാവികരുമായി സംസാരിച്ചു. കൂടിക്കാഴ്ച നടത്തിയത് പോലീസ് ക്ലബിൽ വെച്ചാണ്. കൊല്ലപ്പെട്ട ജലസിന്റെ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും പോലീസ് അനുമതി നിഷേധിച്ചു. ശിവലാൽ രവീന്ദ്രന്റെ വിദേശകാര്യ സഹമന്ത്രിക്ക് ഇപ്പോൾ ജലസിന്റെ വീട് സന്ദർശിക്കാനുള്ള അനുമതി പോലീസ് നിഷേധിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഇറ്റാലിയൻ വിദേശകാര്യ സഹമന്ത്രി സ്റ്റെഫാനോ ഡി മിസ്റ്റുര കൊല്ലം പോലീസ് ക്ലബിൽ എത്തിയത്. ഈ പോലീസ് ക്ലബിലാണ് ഇറ്റാലിയൻ നാവികരെ, മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊന്ന സംഭവത്തിലെ പ്രതികളായ ഇറ്റാലിയൻ നാവികരെ പാർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇവരെ ഈ മാസം 5-ാം തീയതി വരെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ഉത്തരവിട്ടിരുന്നു. അതിനുശേഷം അവരെ പോലീസ് ക്ലബിൽ, കൊല്ലം പോലീസ് ക്ലബിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ എത്തി വിദേശകാര്യ സഹമന്ത്രി ഇവരുമായി ആശയവിനിമയം നടത്തിയെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ വിദേശകാര്യ സഹമന്ത്രി കൊല്ലത്തെ തങ്കശ്ശേരിയിലെ ഇൻഫൻട്രി പള്ളിയിലും അതോടൊപ്പം തന്നെ അവിടെയുള്ള സ്കൂളിലും സന്ദർശനം നടത്തിയിരുന്നു. പള്ളി അധികൃതരുമായി വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ജലസിന്റെ വീട്ടിലേക്ക് സന്ദർശനം നടത്താനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തി പോലീസ് അത് തടയുകയായിരുന്നു. ചേർത്തല അപകടത്തിൽ കാണാതായവരുടെ ശരീരമെങ്കിലും കണ്ടുകിട്ടും എന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ. തിരച്ചിൽ 3 ദിവസമായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്കാനർ അടക്കമുള്ള ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ചേർത്തല മനക്കോടം ലൈറ്റ് ഹൌസിനടുത്തുള്ള പുറംകടലിനടിയിൽ മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ച ബോട്ട് ഉള്ളതായി സൂചന ലഭിച്ചത്. വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് തന്നെ ഈ ഭാഗത്ത് കടലിൽ അപകടത്തിൽപ്പെട്ട ബോട്ടിന്റെ ഭാഗങ്ങളായ തടിക്കഷ്ണങ്ങൾ ഒഴുകി നടക്കുന്നതായി നേവി കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ബോട്ട് ഇവിടെ തന്നെ കടലിനടിയിൽ ഉണ്ടെന്ന നിഗമനത്തിൽ നേവിയും കോസ്റ്റ് ഗാർഡും എത്തിയത്. ഇവിടെ 50 മീറ്ററോളം ആഴത്തിലാണ് ബോട്ട് ഉള്ളതായി കരുതുന്നത്. ഈ വിവരം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞപ്പോൾ തന്നെ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ ബന്ധുക്കൾ തോട്ടപ്പള്ളിയിലേക്ക് പുറപ്പെട്ടു. നമ്മുടെ ഏറ്റവും അവസാനത്തെ പ്രതീക്ഷ നടന്ന് ഇവര് ബോട്ടിനുള്ളിൽ തന്നെ കാണുമെന്നുള്ളതാണ്. കാരണം എന്ന് പറയുന്നത് എവിടെങ്കിലും പുറത്തേതെങ്കിലും ബോഡി പൊങ്ങാനാണെങ്കിൽ അതിന്റെ സമയം കഴിഞ്ഞു. പ്രിയപ്പെട്ടവരുടെ ശരീരങ്ങളുമായെങ്കിലും തിരിച്ചു പോകാനാവണേ എന്ന പ്രാർത്ഥനയോടെ കത്തിയാളുന്ന വേനൽ ചൂടിൽ ഭക്ഷണം പോലും കഴിക്കാതെ കാത്തിരിക്കുകയാണിവർ. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായി. പല സ്വകാര്യ ചാനലുകളുടെയും അഭിപ്രായ സർവേ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. UP-യിൽ സമാജ്വാദി പാർട്ടിക്ക് മുൻതൂക്കം പല സർവേകളും പറയുന്നുണ്ട്. കോൺഗ്രസ് 4ാമതെത്തുമെന്ന്. ഉത്തരാഖണ്ഡിലും പഞ്ചാബിലും കോൺഗ്രസിനുള്ള മുൻതൂക്കവും ഇപ്പോൾ ചില സർവേകൾ സൂചിപ്പിക്കുന്നു. പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, എന്താണ് വിശദാംശങ്ങൾ?
ഗോവ ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ എല്ലാം എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ മിക്കവാറും ചാനലുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതനുസരിച്ച് നോക്കിയാൽ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്ക് ഒരു മുൻതൂക്കമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തവണ മായാവതിക്ക് അനുകൂലമായി കണ്ടതുപോലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഇത്തവണ സമാജ്വാദി പാർട്ടിക്ക് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട് എന്നാണ് മിക്കവാറും എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും വ്യക്തമാക്കുന്നത്. മുലായം സിംഗ് യാദവ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്ന് പ്രവചിക്കുന്നത് ആജ് തക് ചാനൽ മാത്രമാണ്. 210 വരെ സീറ്റുകൾ മുലായം സിംഗ് യാദവിന് കിട്ടുമെന്നാണ് പറയുന്നത്. 185, 160, 142 എന്നിങ്ങനെയാണ് മറ്റ് ചാനലുകൾ മുലായം സിംഗ് യാദവിന് നൽകുന്ന സീറ്റുകളുടെ എണ്ണം. അതായത് തൂക്ക് നിയമസഭ നിലവിൽ വരും. അങ്ങനെ ഒരു തൂക്ക് നിയമസഭ നിലവിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെയോ രാഷ്ട്രീയ ലോക്ദളിന്റെയും മറ്റോ പിന്തുണ മുലായം സിംഗ് യാദവിന് വാങ്ങിക്കേണ്ടി വരും എന്നാണ് ഈ 1-2 സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണയും മായാവതിയുടെ BSP മുൻതൂക്കം നേടുമെന്ന് സർവേ ഫലങ്ങൾ വന്നപ്പോൾ അവരുടെ സീറ്റുകളുടെ എണ്ണം 170-നപ്പുറം ആരും നൽകിയിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ തവണ കണ്ട ഒരു ട്രെൻഡ് ഒരു പാർട്ടിക്ക് മുൻതൂക്കം കിട്ടും എന്നുള്ള ഒരു പ്രവചനങ്ങളും അതുപോലെ തന്നെ അത്തരമൊരു സംസാരവും ഉയർന്ന ശേഷം പല സമുദായങ്ങളും അവസാന ഘട്ടത്തിൽ ആ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത്തരമൊരു ട്രെൻഡ് ഇത്തവണയും ഈ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ശരിയാണെങ്കിൽ മുലായം സിംഗ് യാദവിന് ഒരുപക്ഷെ ഒറ്റയ്ക്ക് തന്നെ ഉത്തർപ്രദേശിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞേക്കും. പഞ്ചാബിലാണ് ഏറ്റവും കടുത്ത മത്സരം നടന്നതായി ഈ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. പഞ്ചാബിലെ സർവേ ഫലങ്ങൾ അനുസരിച്ച് ഒപ്പത്തിനൊപ്പമാണ് അവിടെ 2 പാർട്ടികളും. കഴിഞ്ഞ തവണ കേരളത്തിൽ കണ്ടതുപോലെ ഒരു ഫോട്ടോ ഫിനിഷ് പഞ്ചാബിൽ പ്രതീക്ഷിക്കാം എന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. CNN IBN പറയുന്നത് 2 പാർട്ടികൾക്കും ഇടയിലുള്ള വോട്ടിന്റെ വ്യത്യാസം 1% മാത്രമായിരിക്കുമെന്നാണ്. ശിരോമണി അകാലിദൾ BJP സഖ്യം 51 മുതൽ 63 വരെ സീറ്റുകളും കോൺഗ്രസ് 48 മുതൽ 60 സീറ്റുകളും നേടും എന്നാണ് CNN IBNന്റെ തെരഞ്ഞെടുപ്പ് സർവേ വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് പഞ്ചാബ് പീപ്പിൾസ് പാർട്ടി എന്ന പുതിയ പാർട്ടിയാണ്. അകാലിദളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ മൻപ്രീത് ബാദൽ രൂപീകരിച്ച പഞ്ചാബ് പീപ്പിൾസ് പാർട്ടി അവിടെ മറ്റെല്ലാ പ്രതിപക്ഷ പാർട്ടികളുമായി ചേർന്ന് ഒരു മോർച്ച ഉണ്ടാക്കിയിരുന്നു, 3ാം മുന്നണി. ഈ ഒരു 3ാം മുന്നണി വലിയൊരു വ്യത്യാസം വോട്ടിംഗിൽ ഉണ്ടാക്കി എന്നാണ് ഈ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. 5% വോട്ട് വരെ ഈ മുന്നണി നേടും. ഇത് അകാലിദളിന്റെ വോട്ടുകളായിരിക്കും. അതുകൊണ്ടാണ് അകാലിദളിന് ഭരണത്തിൽ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ചെറുതായെങ്കിലും ഇപ്പോൾ മങ്ങിയിരിക്കുന്നത് എന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം മണിപ്പൂരിനെ സംബന്ധിച്ച് 60 സീറ്റുകൾ ഉള്ളതിൽ 24 മുതൽ 32 സീറ്റുകൾ വരെ കോൺഗ്രസ് നേടും എന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. വളരെ സുപ്രധാനമായ ഒരു നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് സർവേ ഫലങ്ങൾ പറയുന്നുണ്ട്. ഇതാദ്യമായി തൃണമൂൽ കോൺഗ്രസ് 7 മുതൽ 10 വരെ സീറ്റുകൾ മണിപ്പൂരിൽ നേടിയേക്കാം എന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ ഏതാണ്ട് എല്ലാ സർവേകളും കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള നിയമസഭയിൽ 42 സീറ്റുകൾ വരെ കോൺഗ്രസ് നേടും എന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ സർവേ പോലെയാണ് ഫലങ്ങൾ വരുന്നതെങ്കിൽ ഇത് കേന്ദ്രത്തിൽ ഏത് രീതിയിലുള്ള മുന്നണി സമവാക്യ മാറ്റങ്ങളായിരിക്കും പ്രശ്നം ഉണ്ടാവാൻ സാധ്യത? ഉത്തർപ്രദേശിലെ സർവേ ഫലം തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. കേന്ദ്രത്തെ ഒറ്റയ്ക്ക് മുലായം സിംഗ് യാദവ് ഭൂരിപക്ഷം നേടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസിന് വലിയ ഒരു തിരിച്ചടി തന്നെയായിരിക്കും. രാഹുൽ ഗാന്ധി അവിടെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കും. അടുത്ത പ്രധാനമന്ത്രിയായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിയെയാണ്. ആ ഒരു പ്രതീക്ഷകൾക്കായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫലം വരികയാണെങ്കിൽ മങ്ങലേൽപ്പിക്കുന്നത്. അതല്ല തൂക്ക് നിയമസഭയാണ് നിലവിൽ വരുന്നതെങ്കിൽ മുലായം സിംഗ് യാദവിന് ഒരു പക്ഷേ കോൺഗ്രസിന്റെ ഒരു പിന്തുണ, കാരണം BJPയുടെ പിന്തുണ മുലായം സിംഗ് യാദവിന് തേടാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിന് നഷ്ടപ്പെടും. BJPയും BSPയും ചേർന്നുള്ള ഒരു സർക്കാരുള്ള സാധ്യതയും എണ്ണം നോക്കുമ്പോൾ അടയുന്നു. അങ്ങനെ നോക്കുമ്പോൾ 160 സീറ്റുകൾ വരെ മുലായം സിംഗ് യാദവ് നേടിയാൽ കോൺഗ്രസിന്റെയും അതുപോലെ രാഷ്ട്രീയ ലോക്ദളിന്റെയും പിന്തുണയോടുകൂടി അവിടെ സർക്കാർ രൂപീകരിക്കേണ്ടി വരും. അങ്ങനെ രൂപീകരിച്ചാൽ കേന്ദ്രത്തിലും കോൺഗ്രസിനൊപ്പം മുലായം സിംഗ് യാദവിന് നിൽക്കേണ്ടി വരും. എന്ത് തരത്തിലുള്ള ഒരു രീതി വന്നാലും കേന്ദ്രത്തിലെ സർക്കാരിന് തൽക്കാലം ഭീഷണി